പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. ഭയങ്കര സിറ്റുവേഷൻ പാട്ടാട്ടോ. ഈ ചട്ടിപ്പത്തിരിക്കൊന്നും പഴയ വലിപ്പില്ലല്ലോ അമ്മ. ആ എന്റെ വാപ്പാന്റെ പീടിയോല് കച്ചവടത്തിനും പഴയ വലിപ്പില്ല. ആ എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ കെട്ടിയോൻ ഇപ്പോഴും 90s ബിരിയാണി നെയ്ച്ചോറ് കെട്ടിപ്പിടിച്ചിരിക്കല്ലേ? വല്ല പിസയിലോ ബർഗറിലേക്കോ പിടിച്ചൊന്ന് കേറി വരാൻ പറയൂ. അതേടാ അപ്ഡേറ്റ്. അതുകൊണ്ട് പട്നയിലാണ്ടെങ്കിൽ പോണ്ട്. ആ നിന്നെ വാപ്പ ചോദിക്കണ്ടായിരുന്നു. വാപ്പയ്ക്കേ നല്ല മുട്ടാല് വേന. കുറേ നേരം അടുപ്പിച്ച് പീടികയിലിരിക്കാൻ പറ്റണില്ല. നിന്നോടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു വാപ്പ. ഉമ്മ എന്തീ പറയുന്നത്? എനക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളതെന്ന്. ഞാൻ ആ കടയിൽ പോയിരുന്ന വാപ്പാന്റെ ബിരിയാണി പോലെ അമ്മായി പോലെ. I have to fly very high. ഇന്നലെ കല്യാണ വീട്ടിൽ കേടൊക്കെ ഉയരത്തുന്ന താഴെ ഇറങ്ങിട്ട് പോരെ. അത് ഇത്ര പെട്ടെന്ന് വൈറലായോ? അയ്യോ ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങും? മോനെ ഇന്നലെ ഞാനും ഉണ്ടായിന കല്യാണപ്പുരയില്. മോനെ എന്തായി ശമ്പളം കിട്ടിയാ? ബ്രേക്ക്ഫാസ്റ്റേ കിട്ടിയില്ല, പിന്നെ ശമ്പളം. മോനെ എന്തായി? പഞ്ചത്തിനെ ട്രാക്ക് ചെയ്തോ? ഞാൻ കുറെ നോക്കി പക്ഷെ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലംസ്. ആ നീ അവള് വിളിച്ച ഫാത്തിമാന്? പിന്നെ കല്യാണം കഴിഞ്ഞ് പറ്റിയ ദിവസമല്ലേ ഫാത്തിമനെ വിളിക്കുന്നത്. അതിനെന്താടാ പേര് ഡീറ്റെയിൽസ് അറിയാണ്ടേ? നീ വിളിടാ, നീ ഫാത്തിമ വിളിടാ. വിളിക്കാലേ? കാര്യം പേര് കിട്ടിയ ഞാൻ ഇൻസ്റ്റ വേറെ കാര്യം. എടാ കട്ടാക്കിയല്ല. ഒന്നൂടെ വിളിടാ. വേണോ? ഒന്ന് വിളിക്കടാ. അവള് ഫോൺ എടുക്കൂല. അവൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കും. 1000 rupees ബെറ്റ്. ഫോൺ എടുത്ത് ഇന്നലെ കല്യാണത്തിന് പാട്ട് പാടില്ലേ? ഓനാ എന്റെ പാത്തു. ഈ പാട്ടും കൂത്തൊക്കെ പടച്ചോ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഹറാമാണ്. നമുക്ക് അവരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട കേട്ടോ. കണ്ടാ എടുത്തില്ല. പിന്നെ കട്ടാക്കി. അവർക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാവും. പുതുക്കല്ലേ, പുതുമൂടി അല്ലടാ. കോടി കാശ് അത് പോയി. വാ. എടാ എന്തായി? നോക്കി എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒന്നുകൂടെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നീ? ഞാൻ കഴിച്ചില്ലായി. ജസ്റ്റ് പാസ്. കൂടെ നിന്നെ ചതിക്കുന്നോ നായന്റെ പട്ടി മോനെ? ജസ്റ്റ് പാസ് അല്ലേ? നോക്കി ടീച്ചറിനുള്ള അബദ്ധം പറ്റിയായിരിക്കും. എന്തായാലും ഈ പാസ്സായില്ലേ? ചെലവെടുക്ക്. എന്റെ പൊന്നളിയാ, 10ന്റെ പൈസ എന്റെ കയ്യില്. എണ്ണ അടിക്കാനുള്ള എന്താ ഇലക്ട്രിക് വണ്ടി? അല്ല എടാ താടാ പൈസ. ദിവസത്തെ ഫുൾ ചെലവ് ഇവന്റെ വക. നിനക്ക് എന്റെ കിട്ടും, കാണിച്ചു തരാം. അത് അപ്പഴല്ലേ? അപ്പ കണ്ടോളാം. പക്ഷെ ഇപ്പൊ അതല്ല വിഷയം. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ കയറും. അതിനൊരു പരിപാടി പറയുന്നു. അതിനല്ലേ നമ്മുടെ ലത്തീഫ് മാമ? ലത്തീഫ് മാമ അത് റിസ്ക് ആണ്. എടാ ലത്തീഫ് മാമ, സൗർ മാമ നമുക്ക് സെറ്റ് ആക്കണം. മാമെങ്കിലും മാമ. ഈ സ്കൂളിൽ പഠിക്കുമ്പോ തുടങ്ങിയതാ ഈ ഉണ്ടാക്കണ കുഴപ്പങ്ങൾക്ക് ഞാൻ വന്ന എന്റെ ബാപ്പന്റെ കാല് പിടിക്കല്. ഇനി എന്നെ അതിനെ കിട്ടൂല. മിണ്ടരുത്. ഈ പെങ്ങളെ കെട്ടിച്ചോടുത്തെന്ന് പറഞ്ഞ അളിയനെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. മാമ ഈ ലഡു പുതിയതാണോ? മാമയാണ് സത്യം. ഞാൻ എക്സാമിന് തോക്കൂല. എന്താ എനക്ക് അത്ര ഉറപ്പ്? ഞാൻ നിർത്തി. തോക്കല് നിർത്തിയാ? അല്ല എക്സാം എഴുതി നിർത്തി. പഷ്ട്. കൈപോക്കിയ പള്ള കാണുന്ന ഷർട്ടും കൽപ്പണിക്ക് പോകുന്ന ബംഗാളിന് മുടിയും. അളിയാ, അതിഥി തൊഴിലാളികളെ പറയരുത്. ഓര് പണിയെടുത്ത് ജീവിക്കണവരാ. അതുപോലെയാണ് പോയി പറഞ്ഞു കൊടുക്ക്. ഇവന് ജമ്മത്ത് ശരിയാവുന്ന എനക്കൊന്നുമില്ല. ഫുൾ ടൈം ചങ്ങായിമാരോടത്തില്ല കറക്കും, കല്യാണപ്പരയിലെ പാട്ടും ഒതൊക്കെ മേലെ ആൽബം പിടുത്തു. അല്ല ആൽബല്ലാ റീല്. ഇവന്താ ഇവിടെ? ഞാൻ മാത്രം ജയിച്ചതിന്റെ ചെറിയൊരു സന്തോഷം. ലേശം മധുരം കഴിക്കാൻ. മാമ ലഡു. എന്താണ് ഒരു പൈകേജവാ? മാമയുടെ ബേക്കറിയില്
എന്നാ ഏലക്കൻ്റെ ഏലക്ക പാപ്പ ലഡു എന്നാ കഴിച്ചോളി കഴിക്കട 2000 രൂപയ്ക്ക് വലിയ വില കൊടുക്കണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മൊനയാസി വെച്ചിനടാ പട്ടി. ഉമ്മ, ഞാൻ പോട്ടെ. ആ തോറ്റ വിജയുടെ വീട്ടിലൂടെ ലഡു കൊടുക്കാറുണ്ട്. കേട്ടാ, എന്റെ മോന്റെ ലഡു.